പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 7ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് മഗ്‌രിബോട് കൂടി 8ാമത്തെ രാവിലേക്ക് കടക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ചെയ്യുന്ന മൗലിദുകളുണ്ട്, അതുപോലെ സ്വലാത്തുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, ദിക്റുകളുണ്ട്, എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ വീട്ടിലൊക്കെ മൗലിദ് വെക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. മൗലിദിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മവും കബൂലാക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുർദയെ പറ്റിയാണ്. ഉസ്താദ്, എന്താണ് ഈ ബുർദ? ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഈ പള്ളിയിലും മദ്രസയിലൊക്കെ ബുർദ മജ്ലിസ് എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതോ കുറച്ച് ഉസ്താദുമാർ വന്ന് കുറച്ച് അറബിയിൽ കുറച്ച് എന്തൊക്കെ പറഞ്ഞിട്ട് പോകും എന്നതല്ലാതെ അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾക്കറിയില്ല എന്നായിരിക്കും പല ആളുകളുടെയും മറുപടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ബുർദ, അതിൻ്റെ അർത്ഥം എന്താണ്, ബുർദ ആരാണ് എഴുതിയത്, എന്തിനാണ് എഴുതിയത്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ കാര്യവും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാം. ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഈ ബുർദ മത്സരം ഉണ്ടായി. ഞങ്ങളുടെ ദർസിൽ, ഞങ്ങളുടെ കോളേജിൽ ബുർദ മത്സരം ഉണ്ടായി. അന്ന് ഞാൻ ബുർദ പാരായണത്തിൽ പങ്കെടുത്തു. എനിക്ക് ഫസ്റ്റ് കിട്ടി. ആ ഫസ്റ്റ് കിട്ടാനുള്ള കാരണം ബുർദ ഓതിയപ്പോൾ ഒരല്പം ശൈലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഓതിയതാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ അന്ന് ബുർദ ഓതിയത് ഒന്ന് കേട്ടാലോ? ഉസ്താദ, ഞങ്ങളുടെ കയ്യിൽ ഈ ബുർദ ഓതാൻ ബുർദയുടെ കിതാബില്ല, പിന്നെ ഞങ്ങൾക്ക് അറിയില്ല ഇത് ഓതാൻ. ഞങ്ങൾ ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കേട്ടാൽ മതിയോ എന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഈ ബുർദയെ യൂട്യൂബിൽ നമ്മൾ ബുർദ മജ്ലിസ് എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ബുർദയുടെ വീഡിയോകൾ ഉണ്ടാകും. അങ്ങനെ യൂട്യൂബിൽ ബുർദയുടെ വീഡിയോ സെർച്ച് ചെയ്യുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറ്റുന്ന വലിയ ഒരു അബദ്ധം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. അത് ഗൗരവത്തോടു കൂടി എടുക്കണം. ആ രൂപത്തിൽ ഒരിക്കലും നിങ്ങൾ ബുർദയെ സമീപിക്കരുത്. കാരണവും ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العميم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഈ രണ്ട് വരികൾ നമ്മൾ കേൾക്കാതെ പോയിട്ടില്ലല്ലോ, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യത്തെ യാക്രമ എന്ന് കേട്ടിട്ടില്ലെങ്കിലും യാ റബ്ബി ബിൽ മുസ്തഫ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ മൗലായ സ്വല്ലി വസ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ വരികളൊക്കെ ബുർദയിലുള്ളതാണോ ഉസ്താദെ? ഞങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഇതൊക്കെ ഓതാറുണ്ട്. ഇതൊക്കെ ഓതിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാകും. എല്ലാ കാര്യവും വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. കേൾക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തന്നിട്ടുള്ള റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 7ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് മഗ്‌രിബോട് കൂടി 8ാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിപാവനമായ റബീഉൽ അവ്വൽ 12 അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ പള്ളികളിലും അതുപോലെ നമ്മുടെ മദ്രസകളിലൊക്കെ മൗലിദും അതുപോലെ നമ്മുടെ വീടുകളിൽ മൗലിദൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടാകും. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ചാനലിൽ നമ്മൾ മൗലിദ് ഓതുന്നുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. കാണുന്നവരൊക്കെ മറ്റുള്ളവർക്ക് കൂടി ഈ ലിങ്ക്, നമ്മുടെ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അവരുമൊക്കെ കാണട്ടെ, അവരൊക്കെ പങ്കെടുക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും നല്ല കാര്യങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ 2009 പിഴയ്ക്കാപ്പള്ളി മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ പിഴയ്ക്കാപ്പള്ളിയിലുള്ള ജാമിയ ബദരിയ അറബിക് കോളേജിൽ ദർസ് പഠനത്തിന് വേണ്ടി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയത്. ഇപ്പോൾ 2009, 2010, 2011, 12, 13, 14, 15 2015 ശേഷമാണ് അവിടെ നിന്ന് 7 വർഷത്തെ പഠനം കഴിഞ്ഞ് പൂർത്തിയായി ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ബുർദയുടെ മത്സരം നടക്കാറുണ്ട്. ബുർദ മത്സരം അവിടെ സമാജമുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും മഗ്‌രിബിന് ശേഷം ഞങ്ങളുടെ കോളേജിൽ കുട്ടികളെല്ലാവരും കൂടിയിട്ടുള്ളൊരു സമാജത്തിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റ് വന്ന സമയത്ത് അവിടെ പ്രസംഗത്തിൻ്റെ മത്സരമുണ്ട്, പാട്ട് മത്സരമുണ്ട്, ഖുർആൻ പാരായണ മത്സരം, അങ്ങനെ മത്സരങ്ങളിൽ അതിൽപ്പെട്ടൊരു മത്സരമാണ് ബുർദയുടെ മത്സരം. അങ്ങനെ ബുർദയുടെ മത്സരത്തിൽ ഞാനായിരുന്നു അമീർ. ഒരുപാട് ഗ്രൂപ്പുണ്ട്, അതിലൊരു അമീർ നമ്മളായിരുന്നു.
അപ്പോൾ അങ്ങനെ 5-6 കുട്ടികളുണ്ട്, എല്ലാവരും കൂടി ബുറുദ പാടുകയാണ്. അപ്പം അന്ന് പാടിയ ബുറുദയുടെ അവസാനം, നമ്മൾ ബുറുദ എന്ന് കേട്ടിട്ടുണ്ട്, അപ്പം ഇൻഷാ അല്ലാഹ് ഉമ്മമാർക്കൊക്കെ അത് വ്യക്തമാക്കി പറഞ്ഞു തരാം. അപ്പോൾ ഈ ബുറുദയുടെ അവസാനം നമ്മൾ പാടുന്ന ഒരു ബൈത്താണ്, ആ ബുറുദയിൽ തന്നെയുള്ളൊരു ബൈത്തിൻ്റെ ശകലമാണ് യാ അക്രമ ബൈത്ത് എന്ന് പറയും. അപ്പോൾ അത് പാടിയ ഒരു ശൈലി ഞാൻ എൻ്റെ ഉമ്മമാർക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഇതൊക്കെ ഞാൻ പഠിച്ച സമയത്തുണ്ടായ ചില അനുഭവങ്ങളാണ്, അത് നിങ്ങളുമായിട്ടൊന്ന് വെറുതെ പങ്കുവെക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അന്ന് ഇങ്ങനെയാണ് പാടിയത്, കൂടെ ചൊല്ലാൻ പറ്റുന്നവർക്ക് കൂടെ ചൊല്ലാം. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദഹു ലിൽഹാദീസിൽ ആമിമി. അല്ലാഹ് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതിങ്ങനെ ചൊല്ലി വന്നിട്ട് പിന്നെ 2-3 വരി കഴിയുമ്പോൾ അതിൻ്റെ ടൂൺ ഒന്ന് മാറും. അതിങ്ങനെയാണ് വൽ ആലി വസ്സഹ്ബി തുമ്മ താബിഈന ലഹും അഹ്ലി തുഖാ വന്നഖാ വൽ ഹിൽമി വൽ കറമി മാറന്ന ഹത് അറബാതിൽ ബാനിരി ഹുസബ വ അത്റബൽ ഇസഹാദിൽ ഈസി ബിൻ നിഗമി സനദി മദദി ഹബീബി മുജീബി അന്ത ശംസുൻ അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗക നൂരി ثم لا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم سندي مددي حبيبي مجيبي أنت شمس أنت بدر أنت نور فوق نوري يا أكرم الخلق ما لمن آلوذ به. അങ്ങനെ ഒരു ഫസ്റ്റ് കിട്ടിയായിരുന്നു. ഞാനിത് പറഞ്ഞത് എന്താണ് ബുറുദ എന്ന് ചില ഉമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും, ചിലർക്ക് അറിയില്ല. മൗലൂദാണോ ഉസ്താദെ ബുറുദ എന്ന് ചോദിക്കുന്നവരുണ്ട്. മൗലിദ് എന്നല്ല, മൗലിദല്ല ബുറുദ. ബുറുദ എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ 160 വരികളുള്ള പാട്ട് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ബൈത്തുകളാണ് ബുറുദ എന്ന പേരിൽ അറിയപ്പെടുന്ന. ബുറുദ എന്നല്ല, ഇതിൻ്റെ യഥാർത്ഥ പേര് അൽ കവാക്കിബു ദുർരിയ ഫി മദ്ഹി ഖൈറിൽ ബരിയ എന്നാണ്. ഇതൊരു ചെറിയ കിതാബാണ്. ആ കിതാബിലുള്ള 160 വരിയുള്ള ഒരു ബൈത്താണ് ഈ ഒരു ബുറുദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബുറുദ എന്നും അതുപോലെ ബുറുദുദ്ദാ എന്നൊക്കെ ഇതിന് പേര് പറയപ്പെടാറുണ്ട്. സംഭവം ഇത് എഴുതാൻ മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി മുന്നിട്ടിറങ്ങിയത് കാരണമായത് മഹാനവറുകൾക്ക് ഒരു രോഗം വന്നു. കൈകാലുകൾ തളർന്നു പോകുന്ന ഒരു രോഗമാണ്. ബൂസൂരീൻ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് മഹാനവറുകൾ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബൂസൂരി എന്ന് പേര് വെക്കപ്പെട്ടു. ഹിജറ 608 മഹാനവറുകൾ ജനിക്കുന്നത്. ഇമാം ബൂസൂരി തങ്ങൾക്ക് വാതരോഗം പിടിപെട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും തളർന്നു. അതായത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ സ്ട്രോക്ക് വന്നു എന്ന്. സ്ട്രോക്ക് രോഗം വന്ന് തളർവാദം വന്ന് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് വൈദ്യന്മാർ വന്നു, രോഗശമനത്തിന് വേണ്ടി പലതൊക്കെ ചെയ്തു, എന്നിട്ടും രോഗം മാറുന്നില്ല. അവസാനം മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ ആ കിടപ്പിൽ കിടന്ന് മഹാനവറുകൾ അദ്ദേഹം ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണ്.
അന്ന് ബുക്കും പേനയല്ല, അന്ന് എന്താണ് മഷി മുക്കിയിട്ട് എഴുതുന്ന ആ ഒരു സംവിധാനം. അദ്ദേഹം എഴുതാൻ തുടങ്ങുകയാണ്. എന്ത്? മുത്തനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി, ആ മുത്തായ ഹബീബിൻ്റെ മദ്ഹുകൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണ്. മഹാനവറുകൾ അങ്ങനെ എഴുതി 160 വരികളും എഴുതി കഴിഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ ഇങ്ങനെ കടന്നു വന്നിട്ട് മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ മുത്തായ ഹബീബിനെ കാണുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കരങ്ങൾ കൊണ്ട് മഹാനായ ഇമാം ബൂസൂരി തങ്ങളുടെ ശരീരത്ത് തടവുകയാണ്. ശേഷം ഉറക്കത്തിൽ നിന്ന് നെട്ടി എഴുന്നേറ്റപ്പോൾ തൻ്റെ തളർവാദ രോഗം മാറിയിരിക്കുകയാണ്. പിന്നെ ഒരു കുഴപ്പമില്ല, മഹാനവറുകൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റി. മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ ഹിജറ 695 ഈജിപ്തിലെ പഴയ ഇസ്കന്ദരിയ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സമുദ്ര തീരത്താണ് മഹാനവറുകളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഈ ബുർദയിലെ 10 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായത്തിനും വ്യത്യസ്തമായ വിഷയങ്ങളാണ് മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നത്. ആദ്യം പറയുന്നത് സ്വന്തം ശരീരത്തോട് ചില കാര്യങ്ങൾ മഹാനവറുകൾ സൂചിപ്പിക്കുന്നതാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുന്നു. നബി തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്, അതുപോലെ വിശുദ്ധമായ ഖുർആനിൻ്റെ ശ്രേഷ്ഠത, ഇസ്റാ, മിഅ്റാജ്, അതുപോലെ യുദ്ധങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ മഹാനവറുകൾ ഈ ഒരു 160 വരികളിലായിട്ടുള്ള ബുർദയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവസാന ഭാഗത്താണ് നമ്മൾ നേരത്തെ ആദ്യം പാടിയ യാ അക്രമ എന്ന് തുടങ്ങുന്ന ബൈത്ത്. അത് ഏറ്റവും അവസാനമാണ് മഹാനവറുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്നും കരുണ കിട്ടി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ഖൈറും ഉണ്ടാവാൻ മഹാനവറുകൾ ഇസ്തിഗാസ ചെയ്തുകൊണ്ട് പറയുന്ന വരികളാണ് അത്. ഈ ബുർദ ഓതിയാൽ കിട്ടുന്ന നേട്ടം എന്താണ്? ബുർദ ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മക്കളുടെ രോഗം മാറാനും, അതുപോലെ തന്നെ ഈ തളർച്ച, അതുപോലെ സ്ട്രോക്ക്, അതുപോലെ ശാരീരികമായ അസ്വസ്ഥതകൾ, വേദനകൾ, ഇതൊക്കെ മാറാൻ ഈ ബുർദ നേർച്ചയാക്കി ഓതാറുണ്ട്. പണ്ട് മുതലേ നമ്മുടെ കേരളത്തിൽ ആ ഒരു പതിവുണ്ട്. പഴയ വല്ലുപ്പമാരും വല്ലുമ്മമാരും അവർക്കൊക്കെ മനപ്പാടമാണ്. ഈ ബുർദ മനപ്പാടമായിരുന്നു. ഒരിക്കലൊരു മഹാന് അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഒരു രോഗം ബാധിച്ചു. അപ്പോൾ കണ്ണിന് രോഗം ബാധിച്ചു. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ രോഗം എങ്ങനെ മാറുമെന്ന് സങ്കടപ്പെട്ടിട്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. സ്വലാത്ത് ചൊല്ലി മഹാനവറുകൾ അങ്ങനെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു എന്നാണ്. അങ്ങനെ സ്വപ്നം കണ്ടു. അപ്പോൾ ചോദിച്ചു, നബിയേ, എൻ്റെ ഈ രോഗം മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അയാളുടെ കയ്യിൽ എൻ്റെ മദ്ഹുകൾ എഴുതിയ ഒരു പേപ്പറുണ്ട്, അത് നീ വാങ്ങിച്ച് നിൻ്റെ കണ്ണിൽ വെക്കുക, നിൻ്റെ രോഗം മാറുമെന്നാണ്. അദ്ദേഹം രാവിലെ നെറ്റി എഴുന്നേറ്റു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു വ്യക്തിയെ അദ്ദേഹം കാണാൻ പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നു. ഈ വിശുദ്ധമായ ബുർദയുടെ, ഖസീദത്തുൽ ബുർദയുടെ ഒരു കോപ്പി വാങ്ങി അദ്ദേഹം കണ്ണിൽ വെച്ച് അപ്രകാരം അത് പാരായണം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രോഗം മാറി എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ശാരീരികമായ മാനസികമായ എല്ലാ പ്രശ്നങ്ങൾ മാറാൻ ഈ ബുർദ വലിയ ഒരു പരിഹാരമാണ്. മാത്രമല്ല ബുർദ എഴുതി സൂക്ഷിക്കുന്നത് നമ്മുടെ വീടുകളിൽ വലിയൊരു കാവലുണ്ടാവാൻ അത് ധാരാളമായി അങ്ങനെ ചെയ്യാം എന്നൊക്കെ മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ കാണാനും, നമുക്ക് ഈമാൻ വർദ്ധിക്കാനും, അതുപോലെ ഈമാൻ നിലനിന്ന് ഈമാനോടുകൂടി മരിക്കാനും ഒക്കെ ഈ ബുർദ പതിവാക്കിയാൽ നമുക്ക് പറ്റുന്നതാണ്. ബുർദയുടെ ഓരോ വരികളും ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പകരമാണ് എന്ന് വരെ എഴുതി വെച്ച മഹത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ഇത് ബുർദയുടെ ഓരോ വരികൾ ഓരോ ഡോക്ടർമാരെ പോലെ, അത് നല്ല ആത്മാർത്ഥതയോടുകൂടി ഓതിയാൽ നമ്മുടെ രോഗങ്ങൾ മാറാൻ അത് കാരണമാണ്. വെള്ളിയാഴ്ച രാവിലും പകലുമായിട്ട് ഇത് ഓതിയാൽ വലിയ പുണ്യമാണ്. ഇത് വെറുതെ ഓതലല്ല, ഇതിന് ചില മര്യാദകളുണ്ട്. അങ്ങനെ നമ്മൾ ഓതിയാലാണ് ഈ ബുർദ ഓതിയത് കൊണ്ട് നമുക്ക് നേട്ടം കിട്ടും. ഇപ്പോൾ റബീഉൽ അവ്വൽ 12 ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ബുർദ മജ്ലിസ് ഉണ്ടാകും, അതുപോലെ തന്നെ മൗലിദിന്റെ മജ്ലിസ് ഉണ്ടാകും, മതപ്രഭാഷണം അങ്ങനെയൊക്കെ ഉണ്ടാകും അല്ലെ. ബുർദ ഓതാൻ വേണ്ടി കുറച്ച് ദർസിലെ കുട്ടികൾ അല്ലെങ്കിൽ അവിടെ വരുന്ന കുട്ടികളൊക്കെ വന്ന് ബുർദ ഓതാറുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ കേട്ടുപോകും. അത് കേട്ടുപോകലല്ല, ചില മര്യാദകൾ പാലിച്ചാൽ ആ ഒരു ബുർദ ഓതൽ കൊണ്ടും അത് കേൾക്കൽ കൊണ്ടും നമുക്ക് ഒരുപാട് ഗുണമുണ്ടാകും. വലിയ പണ്ഡിതനായിരുന്നു
ആയിരുന്നു മഹാനായ ഇമാം ഗസ്നവി തങ്ങൾ. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ബുറുദ ഇങ്ങനെ എപ്പോഴും പാരായണം ചെയ്യും. ബുറുദ എപ്പോഴും ഓതും. എന്നിട്ട് എന്താ മനസ്സിലുള്ളത്? നബി തങ്ങളെ സ്വപ്നം കാണണം. പക്ഷെ ഒരുപാട് ദിവസം ഇങ്ങനെ ബുറുദ ഇങ്ങനെ ഓതി 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 എന്നിട്ടും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ മഹാനവറുകൾക്ക് പറ്റുന്നില്ല. അപ്പോൾ മഹാനവറുകൾ ഇമാം ഗസ്നവി തങ്ങൾ മറ്റൊരു പണ്ഡിതന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ നബി തങ്ങളെ സ്വപ്നം കാണാൻ പറ്റുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് ചോദിച്ചു, നീ ബുറുദ ഓതുന്നുണ്ടോ? ഞാൻ ബുറുദ ഓതുന്നുണ്ട്, പക്ഷേ ബുറുദ ഓതുന്നതിൽ എന്തോ ഒരു പിശക് വന്നു, അതുകൊണ്ടാണ് നിനക്ക് നബി തങ്ങളെ കാണാൻ പറ്റാത്തത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നീ ബുറുദ ഓതുമ്പോൾ എങ്ങനെയാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വുളുവോടുകൂടിയാണ് ഓതുന്നത്. അപ്പോൾ ബുറുദ ഓതുന്നതിൻ്റെ മര്യാദകളാണ്: ഒന്ന്, വുളുവോടുകൂടി വേണം നമ്മൾ ബുറുദ ഓതാൻ. രണ്ടാമത്, കിബിലക്ക് മുന്നിട്ടിട്ട് വേണം നമ്മൾ ബുറുദ ഓതാൻ. അതുപോലെ വാചകങ്ങളും ഇഅ്റാബുകളൊക്കെ ക്ലിപ്തമാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നമ്മൾ ബുറുദ ഓതുക. അതുപോലെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ബുറുദ പാരായണം ചെയ്യുക. അതുപോലെ തന്നെ പദ്യരൂപത്തിലാണ് ഇത് ആലപിക്കേണ്ടത്, ഗദ്യരൂപത്തിലല്ല, പദ്യരൂപത്തിൽ തന്നെ പറയുക. പിന്നെ അതുപോലെ ബുറുദ മനഃപ്പാഠമാക്കാൻ പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ബുറുദ പാരമ്പര്യമായി നമ്മൾ ഓതി വരുന്ന വലിയ സ്വാത്വികരായ നല്ല മനുഷ്യരുണ്ട്. അവരുടെ നിന്നും ഇജാസത്ത് വാങ്ങി, അവരുടെ നിന്നും ഒരു അനുവാദം വാങ്ങിയിട്ട് ഓതിയാൽ ഇതിന് വളരെയധികം ഫലമുണ്ടാകും. പിന്നെയോ ചൊല്ലുന്നതിൻ്റെ ഇടയിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇതൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ബുറുദ ഓതുന്നത്. അപ്പോൾ അവസാനം മറ്റേ മഹാൻ ചോദിച്ചു, എങ്കിൽ നീ ബുറുദയുടെ ഇടയിൽ ഓരോ വരികൾക്കിടയിലും നീ സ്വലാത്ത് ചൊല്ലാറുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഏതാണ് ചൊല്ലുന്നത്? ഇദ്ദേഹം ഒരു സ്വലാത്ത് പറഞ്ഞു. അപ്പോൾ ആ മഹാൻ പറഞ്ഞു, ഇങ്ങനെയല്ല, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതാണ് ബുറുദയുടെ ഓരോ വരികൾക്കിടയിൽ ചൊല്ലേണ്ട സ്വലാത്ത്. ഇത് ചൊല്ലുമ്പോൾ ഇൻഷാ അള്ളാഹ് നിനക്ക് നബിയെ കാണാം. മഹാനായ ഇമാം ഗസ്നവി തങ്ങൾ പിന്നെ അന്ന് മുതലേ മഹാനവറുകൾ ഓരോ ബുറുദയുടെ ഓരോ വരികൾക്കിടയിൽ ഈ മൗലായ എന്ന് തുടങ്ങുന്ന ഇത് പാരായണം ചെയ്തു. അദ്ദേഹത്തിന് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ പറ്റിയെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ, ബുറുദ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മളൊക്കെ പലപ്പോഴും ഓതുന്നവരാണ്, ഓതിയിട്ടുണ്ടാകും, ബുറുദയുടെ മജ്‌ലിസിൽ നമ്മൾ പങ്കെടുത്തിട്ടുമുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബുറുദ നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുള്ള ഉമ്മമാരൊക്കെ ഓതുമായിരുന്നു. മൗലിദ് കിതാബിൻ്റെ ചില ഭാഗങ്ങളിൽ ബുറുദ ഉണ്ടാകും, അല്ലെങ്കിൽ ബുറുദ എന്ന് പറയുന്ന ചില കിതാബ് തന്നെ കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ ഒരുപാട് ബുറുദയുടെ മജ്‌ലിസൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ ഉണ്ടാകും, മൊബൈലിലെ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ ബുറുദ എന്നുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഈ റബീഉൽ അവ്വൽ വിട പറയുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് മുമ്പ് തന്നെ വീട്ടിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പറ്റുന്ന രൂപത്തിൽ ഓതുക. പിന്നെ ഇതിൻ്റെ നല്ല അദബുകളും മര്യാദകളൊക്കെ പാലിച്ചോതിയാൽ വലിയ ഖൈറാണ്. നമ്മുടെ പള്ളിയിൽ ഉസ്താദിനെ ഒന്ന് വിളിച്ചിട്ട്, ഉസ്താദ് ഒരു ബുറുദ ഓതണം, അങ്ങനെ ഉസ്താദ് വന്ന് ബുറുദ ഓതി ഉസ്താദിനൊരു ഭക്ഷണം കൊടുത്തു, അതുപോലെ ദുആ ചെയ്ത് ഖൈറായിട്ട് പിരിയുക, അത് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊരു ബുറുദയുടെ ആദ്യത്തെ 2-3 വരികളൊന്ന് ഒരു ബർക്കത്തിന് വേണ്ടി നമുക്കൊന്ന് ഒന്നിച്ച് പാരായണം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈ ബുറുദയുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഹലാലായ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല സഫലീകരിച്ച് തരുമാറാവട്ടെ. ഒരുപാട് ദുഃഖങ്ങളുള്ളവരാണ്, രോഗങ്ങളുള്ളവരാണ്, സങ്കടങ്ങളുള്ളവരാണ് നമ്മളിൽ ഓരോരുത്തരും. അല്ലാഹുവേ പടച്ചവനെ, ഈ ബുറുദയുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ സമാധാനവും നീ നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഓതിയാലോ? 1-2 വരി നമുക്കൊന്ന് ബർക്കത്തിനായിട്ട് ഓതാം. എല്ലാവരും ഓദിക്കോ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇപ്പം ചില ആളുകൾക്ക്
ഈ വരികളൊക്കെ ഓർമ്മയുണ്ടാകും. ഉസ്താദ്, ഇത് 980 യേശുദാസ് മൈലാഞ്ചി പാട്ടുകൾ എന്ന് പറഞ്ഞ ഈ കാസറ്റ്, ഓഡിയോ കാസറ്റ് ഉണ്ടല്ലോ, അതിൽ പാടിയ പാട്ടാണല്ലോ, ഇതാണോ ബുറുദ എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും. ഇത് യേശുദാസ് പാടിയതായതുകൊണ്ട് ഇതൊരു സാധാരണ പാട്ടല്ലേ, ഇത് ഏതോ ഒരു അറബി പാട്ടല്ലേ എന്നൊന്നും ആരും ചിന്തിച്ച് കളയരുത്. ഇത് ബുറുദയാണ്. അത് ഗായകന്മാർ പല രൂപത്തിൽ, ഇപ്പോൾ വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത് തന്നെ പല ആളുകളും പാട്ടായിട്ടൊക്കെ പാടാറുണ്ട്. അങ്ങനെ പാടാൻ പാടില്ല. അതുപോലെ തന്നെ ബുറുദയുടെ കുറേ വരികളെടുത്ത് അവർ ഈ മ്യൂസിക് എല്ലാം കയറ്റിയിട്ട് പാട്ടായിട്ട് പാടാറുണ്ട്. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതൊക്കെ പാടുമ്പോൾ ഒന്നുകിൽ ദഫ് മുട്ടുക, അതിൻ്റെ ഒരു താളത്തിന് വേണ്ടി ദഫ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മ്യൂസിക് ഒന്നും ഇല്ലാതെ മ്യൂസിക്കുകളോടൊപ്പമുള്ള കരോക്കകൾ വെച്ചൊന്നും ഇത് പാടാൻ നിൽക്കരുത്. കാരണം ഇത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, ഇത് മഹത്തുക്കൾ അവരുടെ വലിയ ഭവ്യതയോടുകൂടി വലിയ ഇഖ്ലാസോടെ തഖ്വയോടെ എഴുതിയ വരികളാണ് ഈ ബുറുദയുടെ വരികൾ. ഇതൊരു മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടിയൊക്കെ പാടുക, അത് എന്താണ്, ഒരു അദബ് കേടാണ്. അപ്പം അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല. നമ്മൾ ഈ വരികൾ കേൾക്കുമ്പോൾ പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാകും, ഇത് ഞങ്ങൾ അന്ന് കേട്ടിരുന്നല്ലോ, ഇത് മൈലാഞ്ചി പാട്ടിലുള്ള പാട്ടല്ലേ. അതെ, ഇത് അവരന്ന് ഈ മൈലാഞ്ചി പാട്ടുകളിൽ ഈ ബുറുദ ഉൾക്കൊള്ളിച്ചു, അത് സത്യമാണ്. പക്ഷേ ഇതങ്ങനെ നമ്മൾ പാടിക്കളയേണ്ട ഒരു പാട്ടല്ല. ഇത് വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടെ ഖിബിലക്ക് മുന്നിട്ട് ഉദുവോടുകൂടി നമ്മൾ പാരായണം ചെയ്യേണ്ട അതിശ്രേഷ്ഠമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ്. അപ്പോൾ നമുക്ക് ബാക്കി വരി ഓതിയാലോ. أم حبت الريح من تلقاء كاظمتي وأومض البرق في ظلماء من إظمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فما لعينيك إن قلت كففاها متى وما لقلبك إن قلت استفق يهمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബുറുദയുടെ അതിശ്രേഷ്ഠമായ വരികളാണ്. വളരെ തെറ്റില്ലാതെ ഓതാൻ പറ്റുമെങ്കിൽ ഇത് ഓതുക, ഇല്ലെങ്കിൽ ഇത് ഓതുന്നത് നമ്മൾ കേട്ടിരിക്കുക, അതിനും പുണ്യമാണ്. സോ അത് ഓതാറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നു, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് ഉസ്താദുമാരിങ്ങനെ ബുറുദ ഓതുന്നത് കേൾക്കാം. അതിങ്ങനെ വെറുതെ കേട്ടാൽ തന്നെ അതിന് വലിയ പുണ്യമാണ്. നമ്മൾ ബുറുദ എന്നൊക്കെ അല്ലെങ്കിൽ മൗലായ സ്വല്ലി വസ എന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഈ യേശുദാസിൻ്റെയും അല്ലെങ്കിൽ AR റഹ്മാൻ്റെയൊക്കെ ഈ മ്യൂസിക്കുകളോടുകൂടിയുള്ള ചില ഈ ബൈത്തുകളായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഉസ്താദുമാരൊക്കെ പാടുന്ന ദഫിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള ബുറുദയുടെ മജ്‌ലിസ് ഉണ്ട്. ബുറുദ മുഴുവനായും പാടുന്ന ഒക്കെ വളരെ ഇമ്പത്തോടുകൂടി നമുക്ക് വളരെ റാഹത്തായി കേൾക്കാൻ പറ്റുന്ന ആ ഒരു ബുറുദയുടെ വരികൾ, അതൊക്കെ നമ്മൾ ഈ പരമാവധി കേട്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളിലൂടെ, സ്വലാത്തിലൂടെ, ബുറുദയിലൂടെ, മൗലിദിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് മുത്തുനബിയെ സ്നേഹിക്കാൻ പറ്റുമോ, നബി തങ്ങളുടെ മദ്ഹ് പറയാൻ പറ്റുമോ, അത്രമാത്രം നമ്മൾ മദ്ഹ് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് ഇനി റബീഉൽ അവ്വൽ 12 നമുക്കുള്ളത്. അപ്പോൾ ഇപ്പോഴേ ഇന്ന് നമ്മൾ പഠിച്ചത് ബുറുദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബുറുദ മുഴുവനായും അറിയില്ല എങ്കിൽ അവസാനത്തെ യാ അക്രമ ബൈത്ത് ഉണ്ടല്ലോ, അത് വളരെ റാഹത്തായി നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. യാ അക്രമ ബൈത്ത്, അത് എന്താ പറയുക, നമ്മുടെ പ്രശ്നങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനൊക്കെ വളരെ ഖൈറായ ചില വരികളാണ് യാ അക്രമ എന്ന് തുടങ്ങുന്ന ബൈത്ത്. യാ അക്രമൽ ഖൽഖി മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി വലൻ യളീഖ റസൂലല്ലാഹി ജാഹുക ബി ഇദൽ കരീം തഹല്ല ബിസ്മി മുൻതഖിമി ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി
മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ബുർദയെ പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കണ്ട് സ്നേഹിക്കാനും അവിടത്തേക്ക് സ്വലാത്തു ചൊല്ലാനും ഇതുപോലുള്ള ബുർദകളൊക്കെ കഴിയുന്നതുപോലെ ഞങ്ങൾക്ക് പാരായണം ചെയ്യാനും നീ തൗഫീഖ് തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.